അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവാർ ഫസിന്റെ കുടുംബം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹസ്സലാക്കട്ടെ. പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞവർ, കമൻറ്റിൽ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, അതേപോലെ തന്നെ ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, അള്ളാഹു സന്തോഷം തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ലൈഫിൽ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ഉയർച്ച കിട്ടാതെ പോകുന്നത്, പല കാര്യത്തിലും പരാജയങ്ങൾ വരുന്നത്, ഒരു ബറക്കത്ത് ശൂന്യത വരുന്നത്, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഇങ്ങനെ പരിശോധിക്കും. എന്തെങ്കിലും ഓത്തിൻ്റെ കുറവാണോ, ഓതാൻ ശ്രമിക്കും. ഇതിൽ ചൊല്ലുന്നതിൻ്റെ കുറവാണോ, അത് കൊണ്ടുവരും. ദുആ ചെയ്യുന്നതിൻ്റെ കുറവാണോ, അത് നമ്മൾ ചെയ്യാൻ തുടങ്ങും. എങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു റാഹത്ത് കിട്ടുന്നില്ല, ഹാപ്പിനെസ് വരുന്നില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അത് കണ്ണേറിൻ്റെ ഭാഗമാണോ, അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ മന്ത്രിക്കൽ എല്ലാം ചെയ്യുന്നുണ്ട്. സിഹർ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഒരു ഉയർച്ചയിലേക്ക്, ഡെവലപ്പിലേക്ക് കാര്യങ്ങൾ വരാതെ, കച്ചവടമാകാം, നമ്മുടെ കുടുംബജീവിതമാകാം, എവിടെയുമാകാം, എന്തോ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്നത് പോലെ. തീർച്ചയായിട്ടും അവിടെ നമ്മൾ പ്രധാനപ്പെട്ട പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നേർച്ചകൾ വല്ലതും വീട്ടാനുണ്ടോ എന്നുള്ള പരിശോധന. നമ്മൾ ഒരാവശ്യത്തിൽ നേർച്ചയാക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയാം, നേർച്ചയാക്കുമ്പോൾ നമുക്ക് വീട്ടാൻ കഴിയുന്ന തരത്തിൽ ഒരു ഹിമ്മത്ത് വേണം. ഉറപ്പുണ്ട്, യഖീനുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. പക്ഷേ ചുമ്മാ കണ്ടതിനും പിടിച്ചതിനൊക്കെ അങ്ങനെ നേർച്ചയേക്കാം. അത് ചെയ്തേക്കാം, ഇത് ചെയ്തേക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പിന്നെ അവസാനം കുടുങ്ങിപ്പോകുമ്പോൾ സാധേ ഇങ്ങനെയൊന്ന് പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ട് നിയത്ത് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുള്ളൂ, എന്താപ്പം ചെയ്യുക, മസലകൾ ചോദിച്ചിട്ട് നമ്മൾ പ്രയാസപ്പെടേണ്ട ഒരു ഘട്ടം വരരുത്. അതുകൊണ്ട് നേർച്ചകൾ നല്ലതാണ്. നേർച്ചകൾ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നേർച്ച എന്താണ്, അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, ഫലങ്ങൾ എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പൊതുവേ നേർച്ച, ഒരു കാര്യം നടക്കാൻ വേണ്ടി നേർച്ചയാക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ഹൈറായി കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് നേർച്ചയാക്കുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. അതെന്താണ്, അത് വീട്ടിലിങ്ങളുടെ പ്രയാസം എന്താ, അതൊരു നിർബന്ധമായ ബാധ്യതയാണ്. അതൊരു കടമായിട്ട് കിടക്കും. കടക്കാരായിട്ട് മരിക്കാൻ പറ്റൂലല്ലോ, കടക്കാരായിട്ട് ജീവിക്കാനും പാടില്ല. കടം ഉടൻ നമ്മൾ കൊടുത്തു വീട്ടേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ നേർച്ചയെക്കുറിച്ചൊന്ന് അറിയണം. നേർച്ച എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു നേർച്ച കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മൗലിദ് റാത്തീബൊക്കെ കഴിക്കും. ആ നേർച്ചയല്ലേ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ, വീട്ടിലൊരു ഇന്നൊരു നേർച്ച ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട്. ഈ മൗലിദ് റാത്തീബൊക്കെ കഴിക്കുമ്പോൾ വീട്ടിൽ നേർച്ച ഉണ്ടായി എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ പേര് വരുന്നതിന് എന്താണ്, വീട്ടുകാർ പലരും നേർച്ചയാക്കിയിട്ടുണ്ടാകും. കുത്തുബീയത്ത് കഴിക്കാനോ റാത്തീബ് കഴിക്കാനോ മൗലിദ് കഴിക്കാനോ നേർച്ചയാക്കും ചില കാര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് ആ പേരങ്ങനെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ നേർച്ച എന്ന് നോക്കാം. അത് ഒരു മനുഷ്യൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്, ഒരു തീരുമാനം. ആ തീരുമാനം ചുമ്മാ മനസ്സിൽ കരുതല്ല, നാവ് കൊണ്ട് അതിനെ പറയാം. നേർച്ചയാകുന്നതിന് നിബന്ധനയെ പറയുന്നത് അത് അന്നദുറു, നേർച്ച എന്ന് പറയുന്നത് ഇൽത്തിസാം മുകല്ലഫിൻ ഖുർബത്തൻ ബിലഫ്ളിൻ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ദൃഢനിശ്ചയം ചെയ്യാം. ഒരു കാര്യം, അത് എന്തെങ്കിലും കാര്യം ആകാൻ പറ്റില്ല, ഖുർബത്താകണം, ഒരു ഇബാദത്താകണം, അപ്പോൾ ഒരു പുണ്യകർമ്മമാകണം. അത് ചെയ്യാൻ വേണ്ടി ഒരാൾ തീരുമാനമെടുക്കുക, അത് വാക്കാൽ പറയാം. മനസ്സിലിങ്ങനെ കരുതിയ ഒരാൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നേർച്ചയാക്കിയേക്കാം. മനസ്സിൽ കരുതലിന് നേർച്ചയുമായിട്ട് ബന്ധമില്ല, പ്രത്യേകം ഓർക്കണം. മനസ്സിലിങ്ങനെ ഒരു കരുതലുണ്ടായി, പുള്ളുണ്ടായാൽ ഹഖീഖത്ത് അറുത്ത് കൊടുത്തേക്കാം എന്ന് മനസ്സിൽ നെയ്യത്തുണ്ടായി, അതൊന്നും നേർച്ചയുടെ ബലത്തിൽ വരില്ല. അതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ്, അതിൻ്റെ സൗകര്യം പോലെ ചെയ്യാം. ഇതങ്ങനെയല്ല, ഇത് വാക്കാൽ പറയാൻ. അപ്പോൾ നേർച്ചയാകണമെങ്കിൽ, നേർച്ചയുടെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ, ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നേർച്ചയാക്കുക, എന്നിട്ട് നടന്നു കിട്ടിയില്ല, നേർച്ചയാക്കി ഇവിടെ മനസ്സിൽ ചുമ്മാ ഇങ്ങനെ കരുതിയോ നിയ്യത്താക്കി പോരാ. അത് നാവിലൂടെ പറയണം, ലഫ്ള് വേണം. അപ്പോൾ നേർച്ച ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ചുള്ള പറച്ചിൽ നടക്കണം. അങ്ങനെ ഒരു കുർബത്തിനെ, ഒരു പുണ്യമായ കർമ്മത്തെ നേർച്ചയാക്കണം. ഒരാൾ ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞ് നേർച്ചയാക്കി, അതൊന്നും നേർച്ചപ്പെടില്ല. ഒരു കുർബത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മത്തെ എന്താകണം, നമ്മൾ നിയ്യത്ത് ചെയ്യണം. അത് ലഫ്ള് കൊണ്ട് തന്നെയാകണം. അതാരാ, പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ ഇൽത്തിസാം, അല്ലെങ്കിൽ അവൻ്റെ ആ നേർച്ചയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം, ആ പറച്ചിൽ, അതാണ് നേർച്ച എന്ന് പറയുന്നത്. ആ നേർച്ച പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും രണ്ടു തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് മുനജ്ജസായ നേർച്ചയുണ്ട്, മുഅല്ലഖായ നേർച്ചയുണ്ട്.
അതായത് മുനജ്ജസായ നേർച്ച എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യവുമായി ബന്ധിപ്പിക്കാത്ത, അതായത് അള്ളാഹുവെ ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ അറുത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ എക്സാമിൽ A+ കിട്ടിയാൽ ഞാൻ ഇന്ന കാര്യം ചെയ്തേക്കാം, അല്ലെങ്കിൽ അള്ളാഹുവെ ഈ കച്ചവടം അതൊന്ന് ഓക്കെ ആയി കിട്ടിയാൽ, ഈ സ്ഥലം വിറ്റുപോയാൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം, ഈ ഇടപാട് നടന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം, ഈ നന്മ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും സുന്നത്തായ കുർബത്തായ കർമ്മങ്ങളിലേക്ക് അതിനെ ബന്ധിപ്പിക്കുക. ഇത് ഒരു ബന്ധിപ്പിക്കലുമില്ലാതെ ചെയ്യുന്ന നേർച്ചയാണ് മുനജ്ജസായ നേർച്ച എന്ന് പറയുന്നത്. എന്നാൽ മുഅല്ലഖായ നേർച്ച മറ്റൊന്നുമായി ബന്ധിപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന കാര്യം നടന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം, നടന്നാൽ ചെയ്തേക്കാം, അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നേർച്ച. ഇത് രണ്ടും രണ്ട് തരത്തിലാണ്. മുനജ്ജസായ ഒന്നുമായി ബന്ധിപ്പിക്കാത്ത നേർച്ച എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ നേർച്ച നിർബന്ധമായിട്ട് മുത്തലക്കൻ വീട്ടണം, നിരുപാധികം. കാര്യം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, ഇപ്പോൾ ഒരു കാര്യം നടക്കണമെന്നുണ്ട് നമുക്ക്, ആ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേർച്ചയാക്കാൻ, അള്ളാഹുവേ എനിക്ക് നീ നടത്തി തരണം, ഇന്ന കാര്യം നീ എനിക്ക് ഓക്കെ ആക്കി തരണം, വിജയിപ്പിച്ച് തരണം അള്ളാഹുവേ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യം നേർച്ചയാക്കുന്നു. നടത്തിയാൽ, നീ നടത്തി തന്നാൽ, അത് ശരിയായാൽ ചെയ്തേക്കാം എന്നല്ല, പിന്നെ അള്ളാഹുവേ ഞാൻ ഇന്ന കാര്യം നേർച്ചയാക്കുകയാണ്, ഇന്ന കാര്യം എനിക്ക് നടക്കണം അല്ല, ആ നിയ്യത്തതാണ്, നടക്കണമെന്നാണ്. പക്ഷേ നേർച്ച നടന്നാൽ എന്നല്ല, പിന്നെ കോമൺ ആയിട്ടുള്ള നേർച്ചയാണ്, അള്ളാഹുവേ എനിക്ക് നടക്കണം, ഞാൻ നേർച്ചയാക്കുകയാണ്. അപ്പോൾ നടന്നാലും നടന്നില്ലെങ്കിലും ആ നേർച്ച വീട്ടണം, നിർബന്ധമാണ്. നേർച്ച ഫർളായിട്ട് വരും. ഇനി മുഅല്ലഖായി ബന്ധിപ്പിക്കുന്ന നേർച്ച, ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്തേക്കാം റബ്ബേ, ഇത് നടന്നാൽ ചെയ്തേക്കാം അല്ല, അങ്ങനെയാണ് നിയ്യത്തെങ്കിൽ അത് നടന്നാൽ ചെയ്താൽ മതി. അവിടെയാണ് ബാധ്യത. എങ്കിലും നടന്നില്ലെങ്കിലും ചെയ്യാന്ന് പറയുന്ന പുണ്യമാണ്, പക്ഷേ നിർബന്ധ ബാധ്യത വരുന്നത് അത് നടന്നാലാണ്. ഇപ്പം രണ്ട് തരത്തിൽ വരുന്നുണ്ട്, മുനജ്ജസും ഉണ്ട് മുഅല്ലഖും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ അതിൻ്റെ എപ്പോഴാണ് നിർബന്ധമായി വരുന്നത് നമ്മൾ പറഞ്ഞു. ഇത് സുന്നത്തായ കാര്യങ്ങൾ, ഖുർബത്തായ ഇബാദത്തുകൾ, ഫറലായൊരു കാര്യം, നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഫറലായൊരു കാര്യം നമ്മൾ നേർച്ചയാക്കുക. ളുഹർ നിസ്കരിച്ചേക്കാം അള്ളാഹ് നേർച്ചയാക്കുക പറ്റൂല, ളുഹർ നിസ്കാരം നിർബന്ധമല്ലേ, ഫറലല്ലേ, അതിനെ നേർച്ചയാക്കാൻ പറ്റൂല. പിന്നെയോ അള്ളാഹുവെ നിർബന്ധമായി സക്കാത്ത് നേർച്ചയാക്കുക, നിർബന്ധമായി ഹജ്ജ് നേർച്ചയാക്കുക, അതൊക്കെ ഫറലുകൾ, അവരുടെ ഒരു ബാധ്യതകളാണ്. അതല്ലാതെ വരുന്ന ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ, പുണ്യമാക്കപ്പെട്ട കാര്യങ്ങൾ, അത് ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധിച്ചോ ബന്ധിക്കാതെയോ നേർച്ചയാക്കുക. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ കൂടുതൽ ഫലം ചെയ്യും, കൂടുതൽ ഫലം ചെയ്യും. ഇപ്പോൾ ചില കാര്യങ്ങൾ നടന്ന് കിട്ടിയാലെന്നല്ല, അത് നടന്ന് കിട്ടാൻ വേണ്ടി നേർച്ചയാക്കുമ്പോൾ പറഞ്ഞല്ലോ, നടന്ന് കിട്ടിയാൽ ചെയ്യാമെന്നല്ല, നടന്ന് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാൾക്ക് വലിയൊരു പ്രയാസം വന്നു, ഒരു രോഗം വന്നു, ഭയങ്കരമായ പ്രശ്നമാണ്. അപ്പോൾ ആ കുടുംബക്കാരെല്ലാവരും കൂടെ നോമ്പുപിടിക്കും. ഇപ്പോൾ തിങ്കളാഴ്ച എല്ലാവരും ആ ഫാമിലി മുഴുവൻ നോമ്പുപിടിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ്? ഈ ഒരു വിഷമം മാറി കിട്ടുക എന്നുള്ള നിയ്യത്തിൽ. അതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. ആ നന്മയുടെ വറക്കത്ത് കൊണ്ടത് മാറിക്കിട്ടും. കൃത്യമായിട്ട് അമൽ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിടിക്കേണ്ടവർ പിടിക്കേണ്ട പോലെ പിടിക്കണം, നോമ്പാകണം. ആരെങ്കിലൊക്കെ പിടിച്ചിട്ട് കാര്യമില്ല, നോമ്പായിട്ട് കൃത്യമായിട്ട് പിടിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതിന് ഫലം കാണും. അല്ലെങ്കിൽ ഖുർആൻ ഖത്ം ഓതാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കാൻ, ഞാൻ നേർച്ചയാക്കി പഠിച്ചവനെ ഈ കാര്യം നടക്കട്ടെ, ഈ കാര്യം നടക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി വറക്കത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കി, അത് അൽഹംദുലില്ലാഹ് അത്ഭുതകരമായി നടക്കാൻ ഒരു സാഹചര്യമാണ്. അതൊക്കെ പറ്റും. ഇങ്ങനെ നേർച്ചയാക്കിയ നോമ്പുകൾ നേർച്ചയാക്കി, അപ്പോൾ നോമ്പ് ഫറലായി. ആ ഫറലായ നോമ്പിൻ്റെ കൂടെ, കർമ്മത്തിൻ്റെ കൂടെ വേറെ ഒരു ഫറലായ കർമ്മം ചേരാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് തിങ്കളാഴ്ചയൊക്കെ നോമ്പ് പിടിക്കൽ സുന്നത്താണല്ലോ. അൽഹംദുലില്ലാഹ് സുന്നത്താണ്, വ്യാഴാഴ്ചയും സുന്നത്താണ്. ഞങ്ങൾക്ക് ചില നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ആ നേർച്ച നോമ്പ് നിങ്ങൾക്ക് തിങ്കളാഴ്ച പിടിച്ചാൽ സുന്നത്തിൻ്റെ കൂലിയും കിട്ടുമോ? കിട്ടും, അൽഹംദുലില്ലാഹ് നിയ്യത്തുണ്ടായാൽ മതി. കാരണം നേർച്ച ഫറലാണ്, അതിൻ്റെ ഒപ്പം സുന്നത്തെ ആഡ് ചെയ്യാം. പക്ഷേ റമദാനിൻ്റെ നോമ്പ് പിടിച്ചു വിട്ടാനുള്ളൊരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പലരും അങ്ങനെ ചോദിച്ചു, റമദാനിൻ്റെ നോമ്പ് അല്ലെങ്കിൽ ഫറലായൊരു നോമ്പ് പിടിച്ചു വിട്ടാനുണ്ട്, അതിൻ്റെ കൂടെ നേർച്ചയും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ രണ്ട് ഫറല് അത് ഒരുമിച്ച് കൂടില്ല. ഫറലിനൊപ്പം സുന്നത്ത് ചേർക്കാൻ പറ്റും. രണ്ട് ഫറല് ഒരു വെടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അത് രണ്ടും നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഓർക്കണം. നേർച്ചയാക്കപ്പെട്ട നോമ്പുകളൊക്കെ പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചേർക്കണം. രണ്ട് ഫറല് ചേരരുത്, സുന്നത്തുകൾ ചേരാം. അപ്പോൾ ഫറല് നോമ്പിൻ്റെ കൂടെ എന്ത് ചേർക്കാം? സുന്നത്ത് നോമ്പിൻ്റെ കൂലി ചേർക്കാം. അതേപോലെ തന്നെ നേർച്ച നോമ്പിൻ്റെ കൂടെ സുന്നത്ത് ചേർക്കാം. നേർച്ച നോമ്പും ഫറലായ നോമ്പുകളാ വിട്ടാൽ രണ്ടും ചേരാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഓർക്കണം. അപ്പോൾ ഇത്തരം നേർച്ചകൾ നമ്മൾ നേർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ സുന്നത്ത് ഫറലാവും. ഉദാഹരണം പറയാം, കുട്ടി ഉണ്ടായാൽ ഇന്ന മക്കാമിൽ ആ കുട്ടിയെ കൊണ്ടുപോയേക്കാം, അവിടെ സിയാർത്ത് ചെയ്യിപ്പിച്ചേക്കാം എന്ന് നേർച്ചയാക്കി. എന്നിട്ടോ കുട്ടിക്ക് കുട്ടിയായി, ഒരു വലുതായി, കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി, ഈ മോളെ കൊണ്ടുപോയിട്ടില്ല. അത് സുന്നത്തായ കുർബത്തിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഏത് കാര്യവും നേർച്ച ബാധ്യതയായി വരും,
അത് വാക്കാൽ പറഞ്ഞാൽ ബന്ധിപ്പിച്ചാൽ ബാധ്യതയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടപ്പെടാതെ പോകുക എന്ന് പറയുന്നത് കടമായിട്ട് കിടക്കും. നേർച്ചക്കടം നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത കുറവുകളാണ്. അപ്പോൾ നമ്മളൊന്ന് റിവേഴ്സ് പോവാം. നമ്മുടെ ആലോചനയിൽ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളിൽ വല്ല നേർച്ചകൾ വന്നിട്ടുണ്ടോ, നേർച്ച ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുടങ്ങാതെ വീട്ടിൽ ചെയ്യേണ്ട ഓതിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരുന്ന ചില കർമ്മങ്ങളുണ്ടാവും. സുന്നത്താണ്, അതിങ്ങനെ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാവും. അത് പ്രത്യേക വാപ്പയുടെയൊക്കെ ഞാൻ മരിച്ചാൽ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വസൂയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കർമ്മങ്ങളിൽ മുടക്കം വരുത്തുക. അതൊക്കെ സാരമായിട്ട് തന്നെ പല പ്രയാസങ്ങളിലേക്കും പോകും, തീർച്ചയായിട്ടും പോകും. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്യുക. നേർച്ചകൾ ആലോചിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ചെയ്ത നേർച്ചകൾ കൃത്യമായിട്ട് വീട്ടാനുള്ള ധൃതി കാണിക്കുക. അത് പെട്ടെന്ന് ആക്കണത്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഈ ഒരു മാർഗം കൂടെ, എല്ലാം ഇതാണെന്നല്ല, ഈ ഒരു ഭാഗം കൂടെ ഉണ്ടാകാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നേർച്ച എന്താണ്, എങ്ങനെയാണ്, ഏതെല്ലാം തരത്തിലാണ്, അതിൻ്റെ പ്രത്യേകമായ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ കിടന്നാൽ നേർച്ച വീട്ടാതെ കടം കിടന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചെറിയ സമയത്ത് സംസാരിച്ചിട്ടുള്ളത്. ഉപകാരപ്പെടും അൽഹംദുലില്ലാ. അല്ലാഹു നഫ്ഉള്ള ഇൽമാക്കി നമ്മുടെ ഈ ക്ലാസ്സിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله